നിങ്ങൾ ഇതുവരെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും കൊണ്ടാണ് ഇദ്ദേഹം വന്നേക്കുന്നത്. എല്ലാവരും ക്ഷമിക്കണം, ഇതുവരെ ഈ കഥയിലില്ലാത്ത പുതിയൊരു കഥാപാത്രമാണ് ഞാൻ. ക്ഷണിക്കാതെ വന്ന അതിഥി. പേര് ഡോക്ടർ രമാകാന്ത്. ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. ഒരുപാട് വളച്ചു കെട്ടാതെ ഞാൻ കാര്യമൊന്നും പറയാം. ഞാനിപ്പോ വന്നത് എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോവാനാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? ആ, എല്ലാം ആദിത്യനറിയാലോ. ഇനി ഇപ്പോഴെങ്കിലും ഞാൻ വരാൻ വൈകിയ നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ ഭാര്യയെ പിടിച്ച് ദേ ഈ പാവത്തിന് കെട്ടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവിടെ എത്തിയത്. എന്താടി, എന്താ ഇതൊക്കെ? അത് പിന്നെ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ധൈര്യമില്ലാത്തതുകൊണ്ടാ ഞാൻ ഇതുവരെ ഒന്നും തുറന്ന് പറയാതിരുന്നേ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാൻ സോറി, ഐ എം റിയലി സോറി. എന്തിന്? ഏട്ടാ, എന്തിനാ നീ എന്നോട് മാപ്പ് പറയുന്നത്? ഏട്ടനറിയാതെ വിവാഹം കഴിച്ചതിന്. അതിനാ ഞാൻ നിന്നെ തല്ലിയെന്ന് ആരാ പറഞ്ഞേ? ഇതുവരെ അത് ഒളിച്ചു വെച്ച് നീ ഇവിടെ നാടകം കളിച്ചില്ലേ? അതിനാ ഞാൻ നിന്നെ തല്ലിയേ. ഏട്ടാ, അത് അവളുടെ മിസ്റ്റേക്ക് അല്ല ഏട്ടാ. ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു ഡിസ്പ്യൂട്ട് അവളെ നിശബ്ദയാക്കിയതാ. അല്ല, തെറ്റ് എന്റെ ഭാഗത്തുകൊണ്ട്. കുട്ടിക്കളി മാറാത്തൊരു പെണ്ണിനെ ഞാൻ താലി കെട്ടിയെന്ന് ഞാനും ഓർക്കണമായിരുന്നു. ഓർമ്മകളൊക്കെ ഉണ്ടായി വന്നപ്പോ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ദേ, ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്.
ഒരായുധം നഷ്ടപ്പെട്ടു അല്ലേ? പെണ്ണുപ്പിളെ എന്റെ വായിന്ന് കേൾക്കും വല്ലതും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഞങ്ങള് കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ഏയ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അന്ന് സാരമില്ല. ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആക്കാൻ ആദ്യം കുറെ പാടുപെട്ടു. എന്തിന്? ദേ ഈ പൂജയോട് പോലും എല്ലാം മറച്ചു വെച്ചു. പൂജയെ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാരെയും എനിക്ക് ലച്ചു പറഞ്ഞറിയാം. അല്ല, എവിടെയാ ഡോക്ടറുടെ വീട്? ആ ഹ, അച്ഛന്റെ അമ്മയുടെ നേറ്റീവ് പ്ലേസ് പാലക്കാടാ, ചിറ്റൂരെന്ന് പറയും. പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അങ്ങ് ബാംഗ്ലൂരാ. ഓ, അച്ഛനും അമ്മയും ഡോക്ടേഴ്സാ, ഞാനാണെങ്കിൽ ഒറ്റമോനും. ഞങ്ങൾക്ക് അവിടെ കൊത്തനഹള്ളിയിൽ ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ആക്സിഡന്റ് പറ്റിയ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ലച്ചു അവിടെ വന്നപ്പോഴാ ഞങ്ങൾ ആദ്യം കാണുന്നത്. പിന്നുള്ള ചരിത്രമൊക്കെ ആദ്യം പറഞ്ഞു തരും. അതെ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോണം. ദേ ഇവളില്ലാണ്ട് വീട്ടിൽ കയറി പോരുതെന്ന അച്ഛന്റെ അമ്മയുടെ ഓർഡർ. ഓ, എന്നാലും എന്റെ ആദ്യക്കുട്ട, നീയാ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചത്. ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ കപ്പാസിറ്റി? ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമാണല്ലേ, അപ്പൊ പിന്നെ കപ്പാസിറ്റി കിട്ടായിരിക്കോ?